ഹായ് ഡിയേഴ്സ്, ഇത് ദുബായിലെ 3 പ്ലേസസും കൂടി കവർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ദുബായ് വിശേഷങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. സോ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് ദ ഗ്ലോബൽ വില്ലേജ്. ഇതൊരു കൾച്ചറൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷനാണ്. മൾട്ടി കൾച്ചറൽ തീം പാർക്ക് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജിനെ. ബിക്കോസ് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കൾച്ചർ, അവർ യൂസ് ചെയ്യുന്ന ഫുഡ്സ്, ദെൻ അവർ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ്, ഇതെല്ലാമാണ് കേട്ടോ ഇവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു സീസണൽ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു തീം പാർക്ക് തന്നെയാണ് കേട്ടോ. ബിക്കോസ് ഒക്ടോബർ തുടങ്ങി ഏപ്രിൽ വരെയാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ്. സമ്മർ സീസൺസിൽ ഇത് ക്ലോസ്ഡ് ആണ്. ദെൻ ഈവനിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം. ഏകദേശം 4 to 5 hours വേണം കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. കാരണം ഒത്തിരി വാസ്റ്റാണ്. ഇത് ഞങ്ങൾ അന്ന് അവിടെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത്. സോ നെക്സ്റ്റ് സ്പോട്ട് വന്നത് ദുബായ് മിറാക്കൽ ഗാർഡൻ ആണ്. It is located in the district of Dubai Land and it is the world's largest natural flower garden. മിറാക്കൽ ഗാർഡൻ ലോഞ്ച് ചെയ്തത് 2013 വാലന്റൈൻസ് ഡേയുടെ അന്നായിരുന്നു കേട്ടോ. ഗാർഡൻ ഓപ്പൺ ആവുന്നത് ഒക്ടോബർ തുടങ്ങി ഏപ്രിൽ വരെയുള്ള സമയങ്ങളിലാണ് കേട്ടോ. സമ്മർ സീസൺസിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സ് ഇവിടെ. അത് ഡിഫറെൻറ്റ് ഷേപ്സിലാണ് ഓരോന്നും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സീറ്റ് ഉണ്ടാവും ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ നടന്നു, കുറച്ച് നേരം ഇരുന്നു, പിന്നെ കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ദുബായിലെ ലാസ്റ്റ് സ്പോട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. സോ ദുബായിലെ ഡെസേർട്ട് സഫാരിക്കാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകുന്നത്. കൂടെ നമുക്കൊരു ഗൈഡ് ഉണ്ട്, സബീർ എന്നാണ് കേട്ടോ പേര്. ഫോട്ടോയിൽ കാണാം കേട്ടോ. പിന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ത്രില്ലിംഗ് ഡ്യൂൺ ബാഷിങ്സ്, ദെൻ ക്യാമൽ റൈഡ്സ്, കൾച്ചറൽ എക്സ്പീരിയൻസ്, കോഡ് ബൈക്സ് റൈഡ്സ്, പിന്നെ BBQ ഡിന്നർ, പിന്നെ കൾച്ചറൽ ഡാൻസ്, അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ അവിടെ. നെക്സ്റ്റ് പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് ഡെസേർട്ട് ഈഗിളാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരും, അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ അവരുടെ ബിസിനസ്സാണ്. ഇനി നെക്സ്റ്റ് വന്നത് ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് സബേർ തന്നെയായിരുന്നു ഞങ്ങളെ ഡെസേർട്ട് സഫാരിക്ക് കൊണ്ടുപോയത്. കുറച്ച് ടൈം അങ്ങനെ ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്തിട്ട് അവർ സ്പോട്ടിൽ നമ്മൾ നിർത്തും കേട്ടോ. അപ്പോൾ നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഡെസേർട്ട് BBQ ഡിന്നർ, ബെല്ലി ഡാൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫയർ വർക്ക്സ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ ദുബായ് നൈറ്റ് ലൈഫും കൂടി എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഈ ഫോട്ടോസിൽ കാണുന്നത്. സോ നമ്മുടെ ദുബായ് വിശേഷങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ ഓൾ, സീ യു.